ദൈവ തിരുനാമത്തിന് മഹത്വം വരുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവവചനവുമായി കടന്നു വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് വിവിധ മാധ്യമങ്ങളിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതികളുണ്ട്. ദൈവത്തിന് നിങ്ങളെ വളരെയധികം അത്യാവശ്യമായി ഉപയോഗിക്കുവാനായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളായിരിക്കും. അതുകൊണ്ട് തുടർച്ചയായി ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി ആത്മീയമായി പുരോഗതി പ്രാപിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയോടുകൂടെയുള്ള ശ്രദ്ധ ഞാൻ ആദ്യം തന്നെ ക്ഷണിക്കുകയാണ്. ദൈവവചനത്തിൽ ഇന്ന് നമ്മളെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സിറ്റീസ് ഓഫ് റെഫ്യൂജ് അഥവാ സങ്കേത നഗരങ്ങളെക്കുറിച്ചാണ്. ചില നാളുകളായി നമ്മൾ സങ്കേത നഗരങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വന്നു. യോർദാൻ്റെ കിഴക്കും യോർദാൻ്റെ പടിഞ്ഞാറുമായി ദൈവം മോശ മുഖാന്തരം യോശുവയുടെ നേതൃത്വത്തിൽ 6 സങ്കേത നഗരങ്ങൾ ദൈവജനത്തിന് വേണ്ടി വിഭാഗിച്ചു കൊടുത്തു. ആ 3 സങ്കേത നഗരങ്ങൾ യോർദാൻ്റെ ഇക്കരയും 3 സങ്കേത നഗരങ്ങൾ യോർദാൻ്റെ അക്കരയുമായി ക്രമീകരിച്ചു കൊടുത്തു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആദ്യത്തെ 3 സങ്കേത നഗരങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. കേദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം അത് വിശുദ്ധി എന്നാണ്. ശേഖേം എന്ന വാക്കിൻ്റെ അർത്ഥം തോൾ അഥവാ ഭാരം ചുമക്കുന്നത് എന്നാണ്. നമ്മൾ മൂന്നാമതായിട്ട് ഹെബ്രോനെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അത് കൂട്ടായ്മയെ കാണിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇനിയും യോർദാൻ്റെ അക്കരയായിട്ട് ദൈവം 3 സങ്കേത നഗരങ്ങൾ ക്രമീകരിച്ചു കൊടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അതിനെക്കുറിച്ചും കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്നു. ബേസേർ എന്ന വാക്കിൻ്റെ അർത്ഥം കോട്ടയെന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവജനത്തെ അതിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ദൈവവൈതലിന് ദൈവം കോട്ടയാണ്. അതുപോലെ തന്നെ ദൈവ വൈതലിനെ ദൈവം വലിയ താമ്ര ഭിത്തിയാക്കി ദൈവം വെച്ചിരിക്കുന്നു എന്നീ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രാമോത്ത് എന്ന ഒരു സങ്കേത നഗരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രാമോത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്നത്, ഉന്നതമായത്. നമ്മുടെ ദൈവമക്കളുടെ ചിന്തകൾ ഉന്നതമായിരിക്കണം, ഉയർന്നതായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട്, അതായത് 6 സങ്കേത നഗരങ്ങളിൽ 6ാമത്തെ സങ്കേത നഗരമായ ഗോലാൻ എന്നുള്ള സങ്കേത നഗരത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുവാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ഗോലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം എന്നാണ്. ഓരോ സങ്കേത നഗരങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥം കൊടുത്ത് ആത്മീയമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഇവിടെയും നമുക്ക് ഗോലാൻ എന്ന വാക്കുകൊണ്ട് സന്തോഷം എന്ന് കാണുവാനായിട്ട് കഴിയും. ഇതിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സന്തോഷം തരുവാൻ, യഥാർത്ഥത്തിലുള്ള സന്തോഷം തരുവാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണ്. നമ്മൾ 16ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്, നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ താൽക്കാലിക കാര്യങ്ങളിൽ സന്തോഷിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിത്യ സന്തോഷം, നിത്യാനന്ദം നമ്മുടെ തലമേൽ തരുവാൻ കർത്താവ് മതിയായവനായ ദൈവമാണ്. യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവവൈതൻ്റെ അന്തരാത്മാവിൽ ഏത് നിമിഷവും ഉയർന്നുയർന്നു വരുന്ന ഒരു ഉറവയുണ്ട്. അത് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ നദിയുടെ ഉറവയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോൾ ചെല്ലുവാനിടയാകും എന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയുള്ളൂ. ദ ഫുൾനെസ് ഓഫ് ജോയ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സന്തോഷത്തിൻ്റെ പരിപൂർണത ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ.
നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയിങ്കലെ സന്തോഷം നമ്മുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ദൈവം മാത്രമേ സന്തോഷം തരാൻ കഴിവുള്ളവനായിട്ടുള്ളൂ. അതായത് ദൈവം തരുന്ന സന്തോഷം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഈ ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ താൽക്കാലികമായി നിങ്ങൾക്ക് സന്തോഷം തരുവാനായിട്ട് കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവം തരുന്ന സന്തോഷം അത് നിത്യ സന്തോഷമാണ്, അത് നിത്യാനന്ദമാണ്. ലോകത്തിലെ ഒന്നിനും തരാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിന് നമുക്ക് തരുവാനായിട്ട് കഴിയും. ലോകത്തിലെ പലതും നേടുമ്പോൾ നമ്മൾ വിചാരിക്കും നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വലിയ സന്തോഷം തരും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് താൽക്കാലികമായ ഭോഗമാണ്. മോശയെ സംബന്ധിച്ചിടത്തോളം പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി, ദൈവജനത്തോടുകൂടെയുള്ള കഷ്ടത വലിയ ധനമെന്നെണ്ണി എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള വലിയ പല സന്തോഷങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും നിത്യമായ സന്തോഷം തരുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാത്രമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ സന്തോഷം നിങ്ങളിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇതാ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നേടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സന്തോഷം ലഭിക്കും എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് സോപ്പൊക്കെ പതയ്ക്കുമ്പോൾ നല്ല മനോഹരമായി അതിൻ്റെ പത ഉയർന്നു വരാറുണ്ട്. ചില കുമിളകൾ കണ്ടാൽ വലിയ കുമിളയായിട്ടിരിക്കും, അതിൻ്റെ ആ പുറഭാഗം കണ്ടാലോ വളരെ മനോഹരമായിരിക്കുന്നു. അല്പം ലൈറ്റ് അടിച്ചാൽ, വെയിലടിച്ചാൽ അതിൻ്റെ പുറംഭാഗമെല്ലാം വളരെ മനോഹരമായിരിക്കുന്നത് കാണുവാൻ കഴിയും. എന്നാൽ നമുക്കറിയാം അത്രയും മനോഹരമായിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് പിടിക്കുവാനായിട്ട് ശ്രമിക്കുക, അപ്പോൾ അത് പൊട്ടിപ്പോകുന്നത് കാണുവാൻ കഴിയും, ഉടനെ തന്നെ അത് ഇല്ലാതെയാകുന്നത് കാണുവാൻ കഴിയും. ഇതുപോലെ ലോകത്തുള്ള പല കാര്യങ്ങളും സാത്താൻ നമ്മളെ മോഹിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉപരിതലത്തെ ആ ഭംഗി കണ്ടുകൊണ്ട് അതിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അവൻ പിടിച്ചു എന്നിരിക്കട്ടെ, അതിനെ നിങ്ങളൊന്ന് അവകാശമാക്കി എന്നിരിക്കട്ടെ, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിനകത്ത് യാതൊരു കാര്യവുമില്ലായിരുന്നു, അത് വെറും കുമിളയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ഇപ്രകാരം ഉള്ളതായിരിക്കുമ്പോൾ നിത്യമായ സന്തോഷം തരുവാൻ കഴിവുള്ളത് ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ്. ആര് ദൈവസനയിൽ അടുത്തു വന്നിട്ടുണ്ടോ അവർക്കെല്ലാം സന്തോഷം കൊടുക്കുവാൻ ഇന്നും ജീവിക്കുന്നവനായി യേശു നമ്മുടെ നടുവിലുണ്ട്, നമ്മുടെ അരികിലുണ്ട്. സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിതത്തിൽ നിരാശ കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോടൊരു വചനമുണ്ട്. എൻ്റെ വചനത്തിൽ സന്തോഷിക്കുക, എൻ്റെ സന്നിധിയിൽ വന്ന് സന്തോഷിക്കുക. ഏതവസ്ഥയിലായിരുന്നാലും സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ സാധാരണയായിട്ട് ലോകത്തിൽ ഉള്ള അനുകൂല സാഹചര്യങ്ങളാണെങ്കിൽ മാത്രമേ നമ്മുടെ സന്തോഷം സാധാരണയായിട്ട് നിലനിൽക്കാറുള്ളൂ. എന്നാൽ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു, ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും എന്ന് ദൈവത്തിൻ്റെ ദാസൻ പാടുകയാണ്. ഇവിടെ ഹബക്കൂക്കിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അനുകൂലമായ യാതൊരു സാഹചര്യമില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്ഷാമത്തിൻ്റെ നടുവിൽ, ആ ഫാമിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, ഞാൻ എൻ്റെ സന്തോഷം അത്തിവൃക്ഷം തളിർക്കുന്നതിലല്ല, മുന്തിരിവള്ളി ഫലം തരുന്നതിലല്ല, ഗോശാലകളിൽ കന്നുകാലികൾ ഉള്ളതിലല്ല, തൊഴുത്തുകളിൽ ആടുകൾ ഉള്ളപ്പോഴല്ല, പിന്നെയോ എൻ്റെ സന്തോഷം ഈ ഭൂമിയിലുള്ള ഒരു കാര്യത്തിലുമല്ല, പിന്നെയോ നിത്യമായ ദൈവം തരുന്ന ഒരു സന്തോഷം എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും
എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സന്തോഷം ഗോലാൻ, ആ സങ്കേത നഗരത്തിലേക്ക് നമ്മൾ ഓടിക്കയറി കഴിയുമ്പോൾ ആദ്യമായി നമുക്ക് ലഭിക്കുന്നത് അതിനകത്തെ, ആ പട്ടണത്തിനകത്തുള്ള വലിയ സന്തോഷമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലുള്ള സന്തോഷം, ദൈവകൃപയിലുള്ള സന്തോഷം, ദൈവിക കൂട്ടായ്മയിലുള്ള സന്തോഷം, ദൈവമക്കൾ കൂടി വരുമ്പോഴുള്ള സന്തോഷം, ദൈവം തരുന്ന ദാനങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള സന്തോഷം, ദൈവം ചില ഉപകാരങ്ങൾ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെയുള്ള സന്തോഷം, ദൈവം നടത്തിയ വിടങ്ങൾ ഓരോന്നും ഓർത്ത് ഹൃദയംഗമായി ദൈവത്തോട് നന്ദി പറയുന്ന സന്തോഷം, ഹൃദയത്തിന്റെ അടിത്തരത്തിൽ നിന്ന് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകും. അപ്പോൾ അതുകൊണ്ട് ആ ഫാമിൻ്റെ നടുവിൽ അഥവാ ക്ഷാമത്തിൻ്റെ നടുവിൽ സന്തോഷിക്കുന്ന സന്തോഷമാണ് ദൈവത്തിലുള്ള സന്തോഷം. രണ്ടാമതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവദാസന്മാരായ തൻ്റെ ശിഷ്യന്മാരായ കർത്താവിൻ്റെ അരിമ ശിഷ്യന്മാരായ പത്രോസിനെയും യോഹന്നാനെയൊക്കെ പിടിച്ച് ആ മഹാപുരോഹിതന്മാരുടെ ചേവകർ അവരെ താക്കീത് വിട്ടയക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർ 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു ആ ദൈവദാസന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു. ആ ദൈവദാസന്മാർ ഹൃദയംഗമായി സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ട്? ആ പെർസിക്യൂഷന്റെ നടുവിൽ, ആ പീഡയുടെ നടുവിൽ, മറ്റുള്ളവരുടെ നടുവിൽ തങ്ങൾ അപമാനിതരാകുകയും അടികൊള്ളുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനകത്തൊരു സന്തോഷം. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉപദ്രവം ഏൽക്കുമ്പോൾ സന്തോഷിച്ചു കൊള്ളുക, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നത് കൊണ്ട് സന്തോഷിച്ച് തുള്ളുവാനായിട്ട് പറയുകയാണ്. ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറയുകയാണ്, എൻ്റെ നാമനിമിത്തം ഉപദ്രവം ഏൽക്കുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നത് കൊണ്ട് സന്തോഷിച്ചു കൊള്ളുവാനായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ദാസന്മാർ എന്ത് ചെയ്തു? വളരെ പ്രതികൂലവും വലിയ പോരാട്ടവും തങ്ങൾക്ക് അപമാനവും അടിയും പീഡയും ഒക്കെ വന്നപ്പോൾ യേശുവിന്റെ നാമത്തിന് വേണ്ടി അത് സഹിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള വലിയ സന്തോഷം. യേശുവിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, യേശുവിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പീഡ സഹിക്കാൻ കഴിഞ്ഞാൽ അത് എത്ര വലിയ ഭാഗ്യമാണ്. സ്തേഫാനോസ് കല്ലേറുകൊണ്ട് ആ ചുറ്റുപാടുമുള്ള ആളുകൾ കോപത്തോടെ കല്ലെറിയുമ്പോൾ, അവർ കോപം കൊണ്ട് നിറയുമ്പോൾ ദൈവദാസൻ ആത്മാവിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ സ്വർഗത്തേക്ക് നോക്കുമ്പോൾ ചുറ്റുപാട് നിന്ന ആളുകളെല്ലാവരും ശ്രദ്ധിച്ചു. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ തേജസ്സുള്ളതായി മാറിയിരിക്കുന്നു. ഉള്ളിൽ വൈരാഗ്യമല്ല, ഉള്ളിൽ വേദനയല്ല, ഉള്ളിൽ കയ്പല്ല, എറിയുന്നവരോട് പകയല്ല, പിന്നെയോ വലിയ സന്തോഷം. കർത്താവേ, ഇവർ ചെയ്യുന്നത് ഇവരുടെ പാപം അവരോട് കണക്കിടരുത് എന്ന് പറഞ്ഞും കൊണ്ട് ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ തേജസ്സുള്ളതായി മാറി. അതുകൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സഹിക്കുമ്പോൾ അത് സന്തോഷത്തോടെ സഹിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ക്ഷാമത്തിന്റെ നടുവിൽ സന്തോഷം. ആ യേശു ക്രിസ്തുവിലേക്ക്, ആ സങ്കേത നഗരത്തിലേക്ക് നമ്മൾ ഓടി പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ലഭിക്കുന്ന സന്തോഷം ക്ഷാമമാണെങ്കിലും ഇല്ലായ്മയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും അതിൻ്റെ നടുവിൽ സന്തോഷം. രണ്ടാമതായിട്ട് പറഞ്ഞത് പെർസിക്യൂഷന്റെ നടുവിൽ സന്തോഷം തരുന്ന ഒരു മാർഗമാണ് ഗോലാൻ അഥവാ യേശുവിന്റെ സങ്കേത നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം വളരെ സുപരിചിതമായൊരു ഭാഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ദാസനായ പൗലോസും ശീലാസും അവര് കാല് ചങ്ങലക്കിട്ട് ഹല്ലേലൂയ പുറം മുഴുവൻ അടിച്ചു കീറി അവരുടെ വസ്ത്രമൊക്കെ പറിച്ചുരിഞ്ഞ് അവരുടെ കൈകൾ ചങ്ങലയിട്ടും കൊണ്ട് കാരാഗ്രഹത്തിൽ അവരെ ആക്കിയിരിക്കുകയാണ്. എന്നാൽ ആക്ട്സ് ചാപ്റ്റർ 16:23 അവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ ദാസന്മാർ അർദ്ധരാത്രിയായപ്പോൾ ഹല്ലേലൂയ 25-ാം വാക്യത്തിൽ വായിക്കുന്നത് അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു എന്നാണ്. പീഡയുടെയും
പ്രതികൂലത്തിന്റെ നടുവിൽ ദൈവത്തിന് പൈതലേ നിനക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ പാദവിടത്തിൽ കവിണ് കിടക്കുക. അവിടുത്തെ പാദവിടത്തിൽ കവിണ് കിടന്നാൽ നിന്റെ ഹല്ലേലൂയ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റി തരുവാൻ കഴിയുന്നവനാണ് യേശു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, അവർ പാടി ദൈവത്തെ സ്തുതിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മാത്രമല്ല, അർദ്ധരാത്രിയിൽ അവിടെ ഒരു സംഭവം നടക്കുന്നു. വലിയ ആമേൻ, ആ പാട്ടിന്റെയും സ്തുതിയുടെയും നടുവിൽ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. അത് മാത്രമല്ല, 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കാരാഗ്രഹ പ്രമാണി രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ആ സന്തോഷം എന്നും നിലനിൽക്കുന്ന ഒരു സന്തോഷമായി മാറുകയായിരുന്നു. 33-ാം വാക്യത്തിൽ വായിക്കുന്നത്, കാരാഗ്രഹ പ്രമാണി ആമേൻ ആ കുടുംബവും ആ രാത്രിയിൽ തന്നെ സ്നാനമേറ്റു. മാത്രമല്ല, ആ വീട്ടിൽ വലിയ സന്തോഷം, ആ വീട്ടിൽ വലിയ ആനന്ദം, ആ സന്തോഷത്തിന്റെ അലയടി കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ഇൻപ്രസന്റ്മെന്റിന്റെ നടുവിൽ അവർ സന്തോഷിച്ചത് കൊണ്ടാണ് ആ കാരാഗ്രഹ പ്രമാണിക്ക് അത് പകർന്നു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു വന്നത്, ഈ ഗോലാൻ എന്ന് പറയുന്ന ഈ സംഘനഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ വലിയ സന്തോഷം, ഉള്ളിൽ വലിയ സമാധാനം വ്യാപരിക്കുവാൻ ഇടയായിത്തീരും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുമാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയുന്നു എങ്ങനെ നമ്മൾ സന്തോഷിക്കണം. എപ്പോഴും സന്തോഷിപ്പീൻ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പൗലോസ് പറയുകയാണ്, ആമേൻ, അവിടെ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ കാണുന്നത്, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കൊരിന്ത്യ വിശ്വാസികളോട് പറയുവാനുള്ള ഒരു കാര്യം, ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, ദുഃഖിതരെങ്കിലും എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ, ഭൗതിക മണ്ഡലത്തിൽ ധാരാളം കാര്യങ്ങൾക്ക് ദുഃഖിക്കാനായിട്ട് വകയുണ്ട്. ഇല്ലായ്മയെക്കുറിച്ച് പറഞ്ഞ് ദുഃഖിക്കാൻ വകയുണ്ട്, രോഗത്തെക്കുറിച്ച് പറഞ്ഞ് ദുഃഖിക്കാൻ വകയുണ്ട്. ആമേൻ, പല ശുശ്രൂഷ മണ്ഡലങ്ങളിലുള്ള എതിർപ്പിനെ കുറിച്ച് പറഞ്ഞ് നിരാശപ്പെടുവാനുണ്ട്. പല പ്രാവശ്യം അടികൊള്ളുകയും കപ്പൽ ഛേദത്തിൽ അകപ്പെടുകയും പല കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ തനിക്ക് ദുഃഖത്തോടെ പറയുവാനുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം നടുവിൽ, ആ ദാരിദ്ര്യത്തിന് നടുവിൽ വലിയ സന്തോഷം തരുന്നത് യേശുവിൻ്റെ സാന്നിധ്യമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഗോലാൻ എന്ന് പറയുന്ന ഒരു സംഘനഗരത്തിലേക്ക് ഓടിക്കേറിയ ആ പൗലോസിനറിയാം, എൻ്റെ ഉള്ളിൽ വലിയ സന്തോഷം, ചുറ്റുപാടും വളരെ പ്രാതികൂല്യങ്ങളുടെ നടുവിൽ സന്തോഷിക്കാനായിട്ട് കഴിയും, സമാധാനത്തോടെ കിടന്നുറങ്ങാനായിട്ട് കഴിയും. നമുക്ക് പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? 4-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, യഹോവേ നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എന്താണ് താൻ എങ്ങനെ പറയാൻ കാരണം? ആ സന്തോഷം, ഹല്ലേലൂയ, ആമേൻ, ദൈവം തരുന്ന സന്തോഷമാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, യേശു ശിഷ്യന്മാരുമായിട്ട് അക്കരയിലേക്ക് പോവുകയായിരുന്നു. ഒരു ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം വളരെ ക്ഷീണിതനായ കർത്താവ് പടകിൽ തല വെച്ച് കിടന്നുകൊണ്ട്, ആ അമരത്ത് തലയണ വെച്ച് കിടന്ന് അവൻ ഉറങ്ങുകയായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ നമുക്കറിയാം, അവിടെ വലിയ കാറ്റുണ്ടായി, കോളുണ്ടായി, തിരമാലകൾ വലിയ ശക്തമായിട്ട് ആഞ്ഞടിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോൾ കാറ്റിനെ ഗണ്യമാക്കാതെ, കടലിൻ്റെ ഓളത്തെ ഗണ്യമാക്കാതെ, അർദ്ധരാത്രിയെ ഗണ്യമാക്കാതെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? അന്ന് അവൻ കിടന്നുകൊണ്ട് ഉറങ്ങുകയായിരുന്നു. എന്താണ് കാരണം? അത്ര സ്വസ്ഥത ലഭിക്കാൻ എന്താണ് കാരണം?
ദൈവോത്രൻ അറിയാമായിരുന്നു, ഞാൻ ഈ പടകിലുള്ള കാലത്തോളം ഈ പടക് മുങ്ങിപ്പോകത്തില്ല. സൃഷ്ടിതാവായ ദൈവം നമ്മുടെ കൂടെയുള്ള കാലത്തോളം നമ്മുടെ ജീവിത പടക് താണുപോകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ നാളുകളിൽ ദുഃഖിച്ച് നിങ്ങൾ കരയേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അല്ലയോ മാതാവേ, നീ കരഞ്ഞതിനെല്ലാം ഒരു സന്തോഷത്തിന്റെ നാളുണ്ട്. നിന്റെ ദുഃഖത്തിന്റെ വിലാപത്തിന്റെ നാളുകൾ മാറിപ്പോയിരിക്കുന്നു. നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ യേശു മതിയായവനായ ദൈവമാണ്. യേശുവിന് നിന്റെ ഉള്ളിൽ സന്തോഷം തരുവാൻ കഴിയും. ഒന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന്റെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും പോരാട്ടങ്ങളുടെ നടുവിലും കുറ്റിനോയിപ്പിക്കുന്ന വേദനയുള്ളപ്പോഴും നിനക്ക് സന്തോഷം തരുവാൻ ദൈവം മതിയായവനായ ദൈവമാണ്. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്ന ഹന്നായോട് ചോദിച്ചു നോക്കുക. ഹന്ന പറയും, എൻ്റെ ദുഃഖം മാറിപ്പോയിരിക്കുന്നു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എന്ന് 1 ശമൂവേൽ 1:18 നമ്മൾ വായിക്കുന്നു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. എന്താണ് കാരണം? ദൈവത്തിന്റെ സന്തോഷം കൊണ്ട് അവിടെ ഉള്ളം നിറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷം, ഹല്ലേലൂയ, ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആദിമ സഭയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്ക് വളരെയധികം പ്രാതികൂല്യങ്ങൾ നേരിടുവാനിടയായി തീർന്നു. അവരുടെ സമ്പത്തുക്കളൊക്കെ ആളുകൾ അപഹരിച്ചു കൊണ്ടുപോയി. വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ആമേൻ, അവരെ എല്ലാവരെയും സമ്പത്തുകളൊക്കെ അപഹരിച്ച് അവരെ വെറുതെ വിടുമ്പോൾ ആ ദൈവദാസന് എഴുതിയ ദൈവദാസൻ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചുവല്ലോ. സന്തോഷത്തോടെ സഹിക്കുവാൻ കാരണം എന്താണ്? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട് എന്നറിഞ്ഞിട്ട് അവർ സന്തോഷത്തോടെ ഈ സമ്പത്തുകളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സന്തോഷം, ഹല്ലേലൂയ, ഭൗതികമായിട്ട് പലതും നഷ്ടപ്പെടുമ്പോൾ ഉള്ളിൽ വലിയ സന്തോഷം ഉണ്ടാകണം. യേശുവിൻ്റെ നാമത്തിന് വേണ്ടി അത് സഹിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്. ഗോലാൻ എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ സ്ഥലമാണ്. യേശുവാകുന്ന ആ സങ്കേതനഗരത്തിലേക്ക് ഓടി പ്രവേശിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് ആ സന്തോഷം ഉണ്ടാകട്ടെ. നമുക്ക് ആ സന്തോഷത്തിലേക്ക് ആമേൻ കടന്നു വരാം. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഇന്നും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കേട്ടുവല്ലോ. തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറിയത് മുഖാന്തരം യേശു ക്രിസ്തു നമുക്ക് ഒരു പുതുവഴി സമ്മാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തത്സമയത്തുള്ള കൃപ പ്രാപിക്കുവാൻ തക്കവണ്ണം കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. ഏത് സമയത്തും നമുക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ആ കൃപാസനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നിങ്ങളുടെ വിഷയം എന്ത് തന്നെയായിരുന്നാലും ആ ആസനത്തിന്റെ പേര് കൃപാസനമെന്നായതുകൊണ്ട് അവിടെ കൃപയുണ്ട്. അവിടെ നമുക്ക് ലഭിക്കാത്ത ഒന്നുമില്ല. അതിൻ്റെ മുകളിൽ അടിച്ചുകൂട്ടിയ ഹല്ലേലൂയ സ്തോത്രം കെരൂബുകളുടെ നടുവിൽ അവരുടെ മുഖത്തിന് കീഴെ കൃപാസനത്തിന്റെ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു കുട്ടി സൂര്യൻ പോലെ ഹല്ലേലൂയ ഒരു ഷെക്കന ഗ്ലോറിയുണ്ട്. ഹല്ലേലൂയ അതിൻ്റെ അടുത്തേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. നമുക്ക് കരുണ അവിടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് തത്സമയത്ത് ഹല്ലേലൂയ കൃപ അവിടെ നിന്ന് ലഭ്യമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള പ്രയാസമാണെങ്കിലും നമുക്കത് ചുമന്നുകൊണ്ട് അവിടേക്ക് പോകാം. കൃപാസനത്തെ തൊട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വാസ്തവമായി ചില വിടുതലുകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാ. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ നടക്കും, അത് നിങ്ങളുടെ മാനസിക മണ്ഡലത്തിൽ നടക്കും. ഹല്ലേലൂയ അത് നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് നിങ്ങളുടെ ദേശത്ത് നടന്നിരിക്കും, അത് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നടന്നിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. കോടിക്കണക്കിന് രൂപയുടെ കടമാണോ നിങ്ങളുടെ മുമ്പിലുള്ളത്? ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ഭണ്ഡാരം ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി തുറന്ന അറിയാത്ത വിധത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം ചിലത് ചെയ്തെടുക്കുവാനായി പോവുകയാണ്. നിങ്ങളുടെ ഭാരം എന്താ? നമുക്ക് കൃപാസനത്തിന്റെ മുമ്പിലേക്ക്
കുടഞ്ഞിടാം. അവിടേക്ക് നമുക്ക് ഒരുമിച്ച് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവന്റെ കൃപാസനത്തിൽ നിന്ന് സാധിക്കാത്തത് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. എത്ര കഠിനമായ രോഗമാണെങ്കിലും, ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിരിക്കുകയാണോ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കീമോതെറാപ്പി എടുത്ത്, ഹല്ലേലൂയ നിങ്ങൾ കട്ടിലിൽ തളർന്നു കിടന്നാണോ ഈ പ്രാർത്ഥന കേൾക്കുന്നത്, സ്വർഗത്തിന്റെ കരം, കൃപാസനം നിങ്ങളുടെ ഹല്ലേലൂയ മുറിക്കകത്തേക്ക്, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം, നിങ്ങളുടെ ആ കട്ടിലിനടുത്തേക്ക് ഹല്ലേലൂയ കൃപാസനം, ആ ശെഖന ഗ്ലോറി കടന്നു വരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിൽ ഹല്ലേലൂയ പാരലൈസ്ഡ് ആയി കിടക്കുന്ന ഹല്ലേലൂയ ജീവിതത്തിന്റെ അടുക്കലേക്ക് ഹല്ലേലൂയ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ അവന്റെ ദേഹം എന്ന തിരശ്ശീലക്കിടയിലൂടെ ഹല്ലേലൂയ കൃപാസനത്തിന്റെ അടുക്കലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം. അവന്റെ കരം നിങ്ങൾക്ക് നേരെ നീട്ടുകയാ. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗം നിങ്ങളെ വിടുവിക്കാനായി ഒരുങ്ങുന്നു. പരിശുദ്ധ പിതാവേ, ലോകമ്പാട് ഇരുന്നുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവിതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ കരം ആമേൻ ഇന്ന് അവർക്ക് അനുകൂലമായി നീട്ടുന്നതിനായി സ്തോത്രം. അവർക്ക് വേണ്ടി ആമേൻ കീറപ്പെട്ട ഒരു തിരശ്ശീല ഉണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങൾക്ക് കരുണ ലഭിപ്പാൻ, തത്സമയത്ത് സഹായത്തിനുള്ള കുറവ് പ്രാപിപ്പാൻ ധൈര്യത്തോടെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് അടുത്തു വരുന്നു. ദൈവമേ സർവശക്തൻ ഇന്ന് അവരെ സൗഖ്യമാക്കണമേ. അവരുടെ ആമേൻ അങ്ങയുടെ അടിപ്പിണരുകളാൽ ഇപ്പോൾ ആ ക്യാൻസർ രോഗികൾ വിടുവിക്കപ്പെടുമാറാകട്ടെ. കാലിന് അസ്വസ്ഥമായി ഭാരം അനുഭവിക്കുന്ന ആ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. ആ മുട്ടിന് താഴെയുള്ള വേദന യേശുവിൻ നാമത്തിൽ മാറിപ്പോകുമാറാകട്ടെ. ആ കുത്തി വലിക്കുന്നത് പോലെയുള്ള വേദന യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകുവാനിടയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, നീ വചനമയച്ച് ആമേൻ അവരെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. കർത്താവേ, അനേകർക്ക് വിടുതൽ കൊടുത്ത് ആമേൻ തളർന്നിരുന്ന ആളുകളെ നീ പിടിച്ചെഴുന്നേൽപ്പിച്ച ദൈവമാണ്. അതുകൊണ്ട് കർത്താവേ, തളർന്ന് ഇപ്പോൾ കട്ടിലിൽ കിടക്കുന്ന വ്യക്തി ഇപ്പോൾ ചാടി എഴുന്നേറ്റ് ആമേൻ ആ റൂമിനകത്ത് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മാവിന്റെ അനുഭവം ഇപ്പോൾ നൽകുവാനിടയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം എളിയവർ ചോദിക്കുന്ന കൃതോന്ന് കേൾക്കണമേ. ആമേൻ.